എന്താ കഴിക്കാൻ? നല്ല സൂപ്പർ ദോശയും ചമ്മന്തിയും ദേ എടുത്തു വെച്ചിട്ടുണ്ട്. ദോശയോ ഇന്നും? അതെ, ഇന്നും ദോശയാ. അപ്പൊ ഉച്ചക്ക് ചീരത്തോരനും ചോറും. ടീച്ചറാ, ഈ ചീരയും ദോശയും കണ്ടുപിടിച്ചതാണോ? എന്നും ഇത് തന്നെ ഉണ്ടാക്കി അമ്മക്ക് മടുപ്പില്ലേ? നല്ല സൂപ്പർ സാധനം മക്കളെ, വേണമെങ്കിൽ കഴിച്ചാൽ മതി കേട്ടോ, ഒരു നിർബന്ധമില്ല. എന്ത് കഷ്ടം ചേച്ചി, ഈ അമ്മക്ക് ഒരു മാറ്റമില്ല. അമ്മ എന്നിവിടെ വന്നു അന്നോട്ട് ദോശ. അപ്പൊ ചീരകാര്യം നീ മറന്നോ? ദോശയും ചീരയും തിന്ന് ഞാനും മടുത്തു. സൺഡേ ആയിരുന്നെങ്കിൽ കുറച്ച് ചിക്കനെങ്കിലും കഴിക്കായിരുന്നു. അപ്പൊ നീ അതും കേട്ടില്ലേ? അമ്മ പറഞ്ഞ് കേട്ടില്ലേ? അച്ഛൻ വരാണ്ട് നീ ചിക്കൻ വാങ്ങൂല, അപ്പോൾ ഒരു മാസത്തേക്ക് നീ ചിക്കനും ഇല്ല. സബാഷ്. ചേച്ചി എന്താടി എൻ്റെ പുറകെ നടക്കുന്നേ? ചേച്ചി, ഒരാൾ വിഷമിച്ച് വരുമ്പോൾ എങ്ങനെയൊക്കെയാണോ പറയുന്നേ? അതിന് മാത്രം ഇപ്പം എന്തുണ്ടായേ? ഞാൻ എന്ത് കഷ്ടപ്പെട്ട ആ ദോശ കഴിച്ചത്. എന്തായാലും കഴിച്ച് വയറും നിറഞ്ഞു, ഇനി മിണ്ടാണ്ടിരിക്കാടെ. അതല്ല ചേച്ചി, എനിക്കൊരാഗ്രഹം, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചാലോ? എന്ത്? അതോ നല്ല യുമ്മി FFC കഴിച്ചാലോ? അമ്മ അറിഞ്ഞാൽ നേരിട്ട് കിട്ടും. ഇതൊക്കെ എങ്ങനെ അമ്മ അറിയുന്നേ? അമ്മയുടെ കാർഡിൽ നിന്ന് പൈസ വലിക്കുമ്പോൾ ഫോണിൽ മെസ്സേജ് ചെയ്യില്ലേ? ഓ, ആ പ്രതീക്ഷയും പോയി കിട്ടി. എടി, അച്ഛൻ വരുമ്പോൾ എന്തായാലും പുറത്തു പോകാമല്ലോ. പിന്നെന്താ? അമ്മ നമുക്ക് ഇനി ഹെൽത്തി ഫുഡ് തയ്യോളെന്ന് പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ. അമ്മയുടെ വിചാരം ദോശയും ചീരയും മാത്രം ഹെൽത്തി. ചേട്ടാ, നിനക്ക് മുട്ടയും പാലൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ? ഇപ്പൊ ചേച്ചിക്ക് ഇതൊരു പ്രശ്നമായില്ലല്ലോ. ആ വിശന്നപ്പോൾ എനിക്കതൊന്നും പ്രശ്നമല്ലടി. പൊക്കോ, ഞാൻ പോവാം. രക്ഷപ്പെട്ടു തൽക്കാലം. ഇല്ല, ഇപ്പൊ പോക്കറ്റ് മണി മൊത്തം പോയേനെ. ഹലോ, എന്തുണ്ടടി വിശേഷം? സുഖാണോ? ആ ആണോ? ഈ അമ്മ ഇതാരെ വിളിക്കുന്നേ? നേരാണോ? ഈ പറയുന്ന നേരാണോ? എന്തോ കാര്യമായിട്ട് ഒത്തു കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇന്നു ഒളിഞ്ഞു കേട്ട് കളയാം. എന്താണെന്നറിയാലോ? എടി പാറു, മിണ്ടല്ലേ ചേച്ചി, മിണ്ടല്ലേ. ഇങ്ങോട്ടാ. എന്താടിയോടെ? ചേച്ചി, അതുണ്ടല്ലോ, അമ്മ കാര്യമായിട്ട് ആരോടോ ഫോണിൽ സംസാരിക്കുക. നമുക്കിവിടെ നിന്ന് കേട്ടാലോ? ഒളിഞ്ഞു കേൾക്കാം. എന്തോ കാര്യമുണ്ട്. ആണോടി? നേരാണോ? ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേട്ട് കളയാം. എന്നിട്ട് വേണം അമ്മ വല്ല ടൂറും പ്ലാൻ ചെയ്യുന്നതായിരിക്കും നമ്മളെ കൂട്ടാണ്ട്. നോക്കാം. എന്റെ പൊന്നോ, ഈ കേൾക്കുന്നത് ശരിയാണോ? എത്ര നാളായി. ഓ, ഇപ്പോഴെങ്കിലും നടന്നല്ലോ. അതെന്തായിക്കടി, നടക്കണ കാര്യമാണല്ലോ. ഓഹോ, അപ്പൊ ടൂറല്ല, വേറെ എന്തോ. ഹലോ എടി, ഒരു മിനിറ്റ്. എന്താടി പിള്ളേർ ഇവിടെ? എന്താ ഒളിഞ്ഞേക്കുന്നേ? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? വാ, അപ്പുറം വാ. എൻ്റെ അമ്മ അത് ഓടിച്ചോ, രണ്ടിനും കിട്ടും. ചേച്ചി ഓടിക്കോ. ഈ വറ്റകളെ കൊണ്ട് ഫോൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, എല്ലായിടത്തും കാണും. ഇനി ഇവിടെ നിന്ന് വിളിക്കണ്ട, അപ്പുറം എങ്ങാനും പോയി വിളിക്കാം. എടി, അമ്മേനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ, എങ്ങോട്ട് പോയി? നേരാണ്ട് ചേച്ചി. ഇതെന്തോ വലിയ രഹസ്യം. ആരുടെയെങ്കിലും ഇന്ത്യയിൽ രഹസ്യമായിരിക്കും. നമുക്കിത് അറിഞ്ഞേ പറ്റൂ. നമ്മൾ കാണാണ്ട് അറിയാണ്ട് ഒരു കാര്യം ഈ വീട്ടിൽ നടക്കില്ല. ആടി, എന്നാ വാ, നമുക്ക് അമ്മേനെ തപ്പാം. ആ കൊടയും കൂടി എടുത്തോ. ഹലോ, പിള്ളേരെ കൊണ്ട് ഒരു രക്ഷയില്ല. അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. കല്യാണത്തിന് പോവാന്നങ്ങനെ അറിഞ്ഞ എൻ്റെ അമ്മോ തീർന്ന്. അപ്പം അതാണപ്പം കാര്യം, കല്യാണം. അതെ, ബാക്കിയോട് കേൾക്കാം. കോഴിക്കോട് കല്യാണമാണോ? ഓ, അസൽ ബിരിയാണി കഴിക്കാം. കുറേ നാളായി. ഉറപ്പാ, ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാളെ ഉണ്ടാവുള്ളൂ. ഉറപ്പാട്ടോ? ഇല്ല, ആളൊന്നും കൂടിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഉണക്ക ദോശയും ചീരത്തോരനൊക്കെ തന്നിട്ട് അമ്മ കോഴിക്കോട് ബിരിയാണി കഴിക്കാൻ പോകുന്നു. അത് നമ്മളെ കൂട്ടാണ്ട് എന്തൊരു വലിയ പ്ലാനിങ്ങാ. ആടി, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എങ്ങനെയെങ്കിലും കയ്യും കാലം പിടിച്ച് നമുക്കും പോയേ പറ്റൂ. ചേച്ചി, നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അയ്യടാ, ഞാനാദ്യം ഒളിഞ്ഞു കേട്ടെ. ഒരാൾ പറഞ്ഞാൽ അമ്മ പിന്നെയും കൊണ്ടായാലോ. ചേച്ചി, നീ ഇവിടെ ഇരുന്നോ. അയ്യടാ, അമ്മ പോവുകയാണെങ്കിൽ ഞാനായിട്ട് പോവും, നോക്കിക്കോ. അവൾ പണിയും പോയി, രക്ഷപ്പെട്ട്. ഇനി എങ്ങനെയെങ്കിലും അമ്മേനെ സോപ്പിട്ട് കൂടെ പോണം. എന്നാ ശരി, പിന്നെ വിളിക്കാം. ബായ്. സീരിയലിലൊക്കെ ഇപ്പം എന്താ പരസ്യം, എത്ര സമയം എടുക്കും? അമ്മേ, എന്താ അച്ഛേ? വന്നോ നീ? എവിടെയായിരുന്നു? അമ്മേ, ഞാൻ എവിടെ ഉണ്ടായിരുന്നു? അമ്മ ഇങ്ങെടുക്കാ. കണ്ടില്ലേ, ഞാൻ പത്രം വായിച്ച. നിനക്ക് മനസ്സിലായില്ലേ? സീരിയലായിരുന്നു. അമ്മയുടെ ഒരു തമാശ. അമ്മ ഇച്ചിരി ദേഷ്യത്തിലാണോ? എൻ്റെ പൊന്നു വെച്ച് എനിക്ക് ഇത്തിരി സമാധാനം വേണം കേട്ടോ. മിണ്ടാണ്ട് അവിടെ ഇരിക്കാമെങ്കിൽ ഇരുന്നു. ഒത്തില്ല. അമ്മേ, ഇന്നോട്ട് ഞാനും അമ്മയുടെ കൂടെ സീരിയൽ കാണും. അവരൊക്കെ ആരാ അമ്മേ? അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ല, വലിയ കഥയാ, ആദ്യം തൊട്ട് കാണണം. ഇനി കണ്ടാലും മനസ്സിലാവും അമ്മേ.
പോടി പോടി പോയിരുന്ന് പഠിക്ക്. സീരിയലൊന്നും പിള്ളേർക്കുള്ളതല്ല. കേട്ടോ കേട്ടോ. ചേട്ടാ അമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല. എന്നാ ഞാൻ മരമടി കിടന്നാട്ടെ. കുറച്ചു നേരം കിടന്നു. അമ്മ തടിയൊന്ന് മസാജ് ചെയ്ത് തരൂ. പാറുവേ എണീറ്റ് വെക്കോ, അതാ നിനക്ക് നല്ലത്. ചേട്ടാ അതും ഒത്തില്ല. അമ്മേ ഞാനിപ്പോ വരാവേ. എന്തോ കാര്യം സാധിക്കാൻ വന്നേക്കുക. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന ഇവറ്റകളുടെ വിചാരം. അമ്മേ അമ്മേ ഇതെന്താ? ഈ പാലങ്ങ് കുടിച്ചമ്മേ, നമുക്ക് നല്ല ക്ഷീണമുണ്ട്. ഇതങ്ങ് കുടിക്ക്. പാലോ? അതേമാ പാല്. കുടിക്കാമ്മ, അങ്ങോട്ട് കുടിക്ക്. നല്ല ഹോർലിക്സ് ഒക്കെ ഇട്ട് കലക്കിയ പാല്. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. ബാക്കി പാറ് കുടിച്ചോട്ടോ. വേണ്ട, അത് ഫുള്ള് അമ്മയ്ക്കുള്ളതാ. എടി എനിക്ക് വേണ്ടടി, മതി. ഹോർലിക്സ് കലങ്ങിയിട്ടില്ല. അമ്മേ കലക്കൊന്നും തരട്ടെ? വേണ്ട വേണ്ട, ശരി. ചേടാ അതും ഒത്തില്ല. ഇവളുടെ കാര്യം. അമ്മേ അമ്മേ. ആ എന്തേ മാളു, എന്താ? ദേ അമ്മേ ഞാൻ ഉണ്ടാക്കിയ പാസ്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഇത് ഫുൾ അമ്മയ്ക്കാ. പാസ്തയോ? നീയോ? അതെ അമ്മേ, എന്നെ അമ്മയ്ക്ക് ഞാനല്ലേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരിക. ഈശ്വരാ, ഞാൻ എന്താ ഈ കാണുന്നേ? ഇതങ്ങ് കഴിക്കമ്മേ. നന്നായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ലേ ഇത് ഉണ്ടാക്കണ്ടേ? എന്നാ ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ അമ്മേ? വേണ്ട എനിക്ക് മതി. ഇത് നിങ്ങൾ കൊണ്ടേ കഴിച്ചോ. അമ്മ ചേട്ടാ എന്താ ഈ വീട്ടിൽ നടക്കുന്നേ? പാറു എന്തായി, അമ്മ സമ്മതിച്ചോ? ഇല്ല ചേച്ചി, അമ്മക്ക് വാശി. ഒട്ടും സമ്മതിക്കണില്ല. അമ്മ ഒന്നും അടുക്കണ പോലുമില്ല. നേരാ, അമ്മക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്യും ചേച്ചി? അമ്മ നമ്മളെ കൂടാണ്ട് പോവോ? വാ നമുക്ക് ഒരുമിച്ച് അമ്മയോട് പോയി നേരിട്ട് ചോദിക്കാം. ഒട്ടും സമ്മതിച്ചില്ലേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഞങ്ങൾക്ക് അറിയാം. ആ ചേച്ചി, ഇനി അതേ വഴിയുള്ളൂ. ഞാൻ വാടി അമ്മേനെ തപ്പാം. മക്കളെ, ചേച്ചി കല്യാണത്തിന് കൊണ്ടുപോകാന്ന് പറയാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത്. അതെ എന്താ? ആഹാ, രണ്ടുപേരും കൂടി എന്തെടുക്കുക? ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുവായിരുന്നമ്മേ. എന്താ അമ്മ വിളിച്ചേ? അതാ മക്കളെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടായി. എന്താ കാര്യം? നിങ്ങൾക്കറിയോ? ആ ചെറുതായിട്ടൊക്കെ ഞങ്ങൾക്കറിയാം. എന്ത്? കായിലുണ്ട് ഇല്ല. ഓഹോ, കേട്ടല്ലേ അപ്പോ? പിന്നെ ഞങ്ങളെ വിളിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആ അമ്മ പറ. അത് അമ്മയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. നല്ല മഴ വന്നുണ്ട്. അതുകൊണ്ട് അമ്മ കല്യാണത്തിനും പോണില്ല എന്ന് പറയാൻ വന്നതാ. വാ, ദോശയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ വാ.